ഈ പിള്ളേർ ഒന്നാമതേ നമുക്കറിയാം തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ. ഒത്തിരി സ്ട്രിക്റ്റ് ആയിരുന്ന പഴയ പാരമ്പര്യ സഭകളിൽ നിന്നല്ല ഈ പാസ്റ്റേഴ്സിൻ്റെ മക്കൾ പോലും അല്ലേ അതിൽ നിന്ന് മാറിപ്പോകുന്നതിൻ്റെ കാര്യം നമ്മൾ ഈ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു ദൈവദാസന്, എനിക്കൊരു മോനുമുണ്ട് മോളുമുണ്ട്. മോളും മരുമോനും ഒരു സഭയുമായിട്ട് ലെവലിൽ അവർ ശുശ്രൂഷ ചെയ്യുന്നു. മോനെ അവൻ അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നവർ ഒത്തിരി എന്തോന് പറയുന്നത് ഒത്തിരി സപ്പോർട്ടൊന്നല്ല, അവന് ജോലിയുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാലം ഞാൻ പുള്ളിയെ സജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വരാത്ത സമയം ട്രിവാൻഡ്രത്ത് അദ്ദേഹം പോകുന്നൊരു ചർച്ചുണ്ട്. ഞാൻ ചോദിക്കും നാളെ പോകുന്നില്ലയോ? നാളെ പോകുന്നുണ്ട് പാപ്പ, അവൻ ആ പള്ളിയിൽ പോവാം. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് വരും. അല്ല നീ നാളെ പ്രസംഗിക്കണമെന്ന് ഞാൻ ഫോഴ്സ് ചെയ്യത്തില്ല, മനസ്സിലായോ? നീ ഇന്ന ഡ്രസ്സ് ഇടണമെന്ന് ഞാൻ ഫോഴ്സ് ചെയ്യത്തില്ല. അപ്പം അവന് കുഞ്ഞുങ്ങൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ദൈവദാസന് അദ്ദേഹത്തിൻ്റെ മക്കൾ വിശ്വാസി വന്ന അവർ പറഞ്ഞ് ഞങ്ങളിവിടെ വന്ന വിസിറ്റ് ചെയ്ത ദൈവദാസന്മാരുടെ ലൈഫ് ഞങ്ങൾ കണ്ടിട്ടല്ല, അത് ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം, പക്ഷെ ഞങ്ങളുടെ ഫാദറിൻ്റെ അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫ് നമ്മൾ ജെന്യൂൻ ആണോ അല്ലയോ എന്നുള്ളോ ഫേക്കാണോ കുഞ്ഞുങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം പിള്ളേരിൽ ഇപ്പം ഒരിടത്ത് ഇപ്പം നമുക്കറിയാം കുഞ്ഞുങ്ങൾക്കെല്ലാം മ്യൂസിക് അറിയാമല്ലോ, ഒരു ഭയങ്കര ഇതല്ലേ. അപ്പം അവരെ ആ ഒരു ലെവലിലേക്ക് അവരെ സുവിശേഷം അറിയിച്ചു, അതൊരു ബഹളമാണ്, അത് വലിയ കൈകൊട്ട യുവമാരുകൾ അങ്ങനെയുള്ള ലെവലല്ല. നമ്മൾ അതിനകത്തോടൊരു സുവിശേഷം കൊടുക്കുന്നുണ്ടോ?